പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. സാമൂഹിക സാംസ്കാരിക കലാപ്രവർത്തകനും യൂട്യൂബ് ബ്ലോഗറുമായ സുനി പി കായ്ക്കരയും ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ സെക്രട്ടറി വി ലൈജുവുമായുള്ള അഭിമുഖ സംഭാഷണത്തിൻ്റെ രണ്ടാം ഭാഗം. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വരുന്ന എം പിമാരെ ഇവിടെ ഫണ്ട് നൽകാറുണ്ട്. ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്യാറുണ്ട്. ഇപ്പോൾ നിലവിൽ നമുക്കുള്ള എം പിമാരിൽ നിന്ന് ആരിൽ നിന്നൊക്കെയാണ് നമുക്കിവിടെ ഫണ്ട് കിട്ടുന്നത്? MLA ഫണ്ട് ലഭ്യമായിട്ടുണ്ടോ? എത്തരത്തിലാണ് അത്തരത്തിൽ നമുക്ക് ഇവിടെ അവരിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ടും അതുപോലെ തന്നെ ഇടപെടലുകളും എങ്ങനെയാണ് എന്നൊന്ന് വ്യക്തമാക്കാം. നമുക്ക് ഇവിടുത്തെ ആസ്തി വികസനത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്കുണ്ടായിട്ടുള്ള ആസ്തി വികസനങ്ങളെല്ലാം നമ്മുടെ എം പിമാരുടെ സംഭാവനയാണ്. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ കെട്ടിടം തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ മരണപ്പെട്ടു പോയ സുശീല ഗോപാലൻ ഇവിടുത്തെ MP ആയിരിക്കുമ്പോഴാണ് ആദ്യമായി എം പിമാർക്ക് പ്രാദേശിക വികസന ഫണ്ട് അനുവദിക്കപ്പെടുന്നത്. ആ പ്രാദേശിക വികസന ഫണ്ട് അനുവദിച്ചപ്പോൾ ആദ്യമായി നമുക്ക് അനുവദിച്ച ഒരു ഘട്ടമില്ലാതെ നമ്മൾ ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു പഴയ കെട്ടിടം അത് ചോർന്നൊലിച്ച് ഉപയോഗശൂന്യമായി കിടക്കുന്ന അവസ്ഥയിലായിരുന്നു നമ്മുടെ അസോസിയേഷൻ. അപ്പോഴാണ് MP അദ്ദേഹത്തിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നമുക്ക് തുക അനുവദിച്ചുകൊണ്ട് ഈ കെട്ടിടം നിർമ്മിക്കപ്പെടുന്നു. അത് കഴിഞ്ഞു വന്നത് നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട വർക്കലാഷ് MP ആണ്. ആ വർക്കലാഷിന്റെ MPയുടെ തുക കൊണ്ടാണ് നമ്മൾ ഈ ഓപ്പൺ എയർ ഓഡിറ്റോറിയം നിർമ്മിച്ചിട്ടുണ്ടായത്. അതിനുശേഷം കോടിയേരി ബാലകൃഷ്ണൻ സാംസ്കാരിക ടൂറിസം വകുപ്പ് മന്ത്രിയായി ഇരിക്കുമ്പോഴാണ് ആശാന്റെ വെങ്കലത്തിലുള്ള പ്രതിമയും അതോടൊപ്പം ഈ സ്തൂപവും നമുക്ക് അനുവദിക്കപ്പെടുകയും അതിനുള്ള ഫണ്ട് അനുവദിക്കപ്പെടുകയും ചെയ്തു. ആ പിറകിലുള്ള മിനി ഓഡിറ്റോറിയം ഞാൻ 2000 പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് ആ തുക അനുവദിച്ചുകൊണ്ട് അവിടെ ഒരു മിനി ഓഡിറ്റോറിയം നിർമ്മിക്കുന്നതിന് ആവശ്യമായ സഹായം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പുറത്ത് നമ്മൾ ലൈബ്രറി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഭരണനിർവഹണ മന്ദിരം ആനത്തോട്ടാനന്ദൻ ഇവിടുത്തെ MLA ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ചതാണ് ആ തുക നമ്മൾ ചെയ്തിരിക്കുന്നത്. പിറകുവശത്ത് നമ്മുടെ ചുറ്റുമതിൽ ആശാന്റെ കവിതകളും ആശാന്റെ ഗുരുദേവന്റെ കീർത്തനങ്ങളും ആലേഖനം ചെയ്ത ചുറ്റുമതിൽ, ആ ചുറ്റുമതിലെ ഫണ്ട് നമുക്ക് തന്നത് രാജ്യസഭാ അംഗമായിട്ടുള്ള വയലാർ രവി MP ആണ്. അത് അത്തരത്തിൽ നമ്മുടെ ഇവിടെ നിന്ന് പോയിട്ടുള്ള MP മാർ നമുക്ക് ആ രീതിയിൽ നമ്മുടെ ഫണ്ട് വിനിയോഗത്തിന് ആവശ്യമായ സഹായം ചെയ്തിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ തറ ഇന്റർലോക്ക് ചെയ്തുകൊണ്ടും വികസന പ്രവർത്തനത്തിന് വേണ്ടി AP അനിൽകുമാർ സാംസ്കാരിക വകുപ്പ് മന്ത്രി അയക്കുന്ന സമയത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അയക്കുന്ന സമയത്തും നമുക്ക് തുക അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ രാഷ്ട്രീയത്തിന് അതീതമായി ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ വന്നാലും നമ്മൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ചുള്ള തുകകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏറ്റക്കുറച്ചിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കുറെ നാളുകളായി നമുക്ക് അത്തരം ഫണ്ടുകൾ കിട്ടുന്നില്ല. നമ്മുടെ ഇവിടുത്തെ MLA നമ്മുടെ ഈ തുകയെ സംബന്ധിച്ച് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അദ്ദേഹം അപ്പോൾ ഈ സ്കൂള് നമുക്ക് ഇങ്ങനെ നിന്നാൽ പോരാ, ഇതൊരു ആശാൻ പഠിച്ചതും പഠിപ്പിച്ചതുമായ സ്കൂളാണ്. ആ സ്കൂളിനെ കുറച്ചുകൂടി മോടി പിടിപ്പിക്കുന്ന സ്കൂളാക്കണം, കുട്ടികൾ ആകർഷിക്കപ്പെടുന്ന സ്കൂളാക്കണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ 1 കോടി രൂപ അനുവദിക്കപ്പെടുകയുണ്ട്. അദ്ദേഹത്തിന്റെ വികസന ഫണ്ടല്ല, അദ്ദേഹത്തിന്റെ ഇടപെടൽ ഭാഗമായി. പക്ഷെ നമുക്ക് ആ ഫണ്ട് വിനിയോഗിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിൽക്കുകയാണ്. PWD ഡിപ്പാർട്ട്മെന്റ് സെറ്റ് ബാക്ക് ഇല്ല എന്നുള്ള കാര്യം. സ്കൂളിന് 7.5 സെന്റ് മാത്രമാണ് സ്കൂളിന്റെ ആയിട്ടുള്ളത്, ബാക്കി അസോസിയേഷൻ സ്ഥലമാണ്. ക്ലാസ് മുറികളുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് വരുമ്പോൾ ആ ക്ലാസ് മുറികളുടെ സ്പെസിഫിക്കേഷൻ എല്ലാം തന്നെ നമ്മുടെ ഈ മേഖലയെ പൂർണ്ണമായും ചുറ്റി നിൽക്കുകയാണ്. ഒരു സെന്റ് പോലും നമുക്ക് സെറ്റ് ബാക്ക് ഇല്ല. ആ സെറ്റ് ബാക്ക് ഇല്ലാത്തതിന്റെ ഫലമായിട്ട് നമുക്ക് അവിടെ കെട്ടിട നിർമ്മാണത്തിന് ഇപ്പോൾ താൽക്കാലികമായ അനുമതി ലഭിച്ചിട്ടില്ല. അത് ലഭിക്കുമ്പോൾ നമ്മുടെ ആശാൻ പഠിച്ചതും പഠിപ്പിച്ചതുമായ സ്കൂളിനെ കൂടി നമുക്ക് പുനർജീവിച്ചുകൊണ്ട് നമ്മുടെ അസോസിയേഷനുമായി സഹകരിച്ചു പോകുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ അതിന്റെ പാറ്റേൺ അനുസരിച്ച് പോകാൻ കഴിയുന്ന തരത്തിലേക്കുള്ള സ്കൂളിന്റെ നിർമ്മാണങ്ങൾ പൂർത്തിയാക്കാൻ കഴിയും. അങ്ങനെ നമുക്ക് ആസ്തി വികസനവുമായി ബന്ധപ്പെട്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആസ്തി വികസനവുമായി ബന്ധപ്പെട്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. MP മാരും MLA മാരും ഒക്കെ തന്നെ നമ്മുടെ ഈ പ്രദേശത്തിന്റെ ആശാന്റെ ഈ സ്മാരകത്തെ സംരക്ഷിക്കുന്ന അതിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജമാക്കുന്നതിന് വേണ്ടി ആസ്തികൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്നുണ്ടെങ്കിലും അതിന്റെ പുനരുദ്ധാരണം, അതിന്റെ മെയിൻ്റനൻസ്, വർഷാവർഷങ്ങളുടെ മെയിൻ്റനൻസ് നടത്താനുള്ള ബുദ്ധിമുട്ടാണ് നമുക്ക് ഇതിനകത്തുള്ളത് എന്നുള്ള ബോധ്യപ്പെടുത്താൻ അവസരം ഉപയോഗിക്കുകയാണ്. നമ്മളിപ്പോൾ 5 വർഷത്തിൽ ഒരിക്കലാണ് ഇതിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുകയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പൊതുവെ പലർക്കും ഇതിന്റെ ഫയലുകളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഇതിന്റെ തെരഞ്ഞെടുക്കപ്പെടുന്ന ക്രമങ്ങളെ കുറിച്ചോ പലർക്കും അറിയത്തില്ല. പലരെയും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രീതിയിലാണ് പലപ്പോഴും ഇവിടെ പൊതുവിൽ സംസാരിക്കപ്പെടുന്നത്. അതായത് പ്രദേശത്തുള്ള കുറെ ആൾക്കാരെ ഒഴിവാക്കുന്നു, അല്ലെങ്കിൽ മറ്റ് പുറത്തുള്ള ആൾക്കാരെ മാത്രം കൊണ്ടുവരുന്നു, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള സംഭാഷണങ്ങളും അത്തരത്തിലാണ് എനിക്ക് തോന്നുന്നു ഒരു തവണ ഇവിടെ തെരഞ്ഞെടുപ്പ് പോലും ഉണ്ടാവുന്നൊരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഈ
ഈ അസോസിയേഷന്റെ തെരഞ്ഞെടുപ്പിന്റെ ഒരു രീതി, അതിനൊരു ബയല കാണുമല്ലോ, എങ്ങനെയാണ്, ഏതെല്ലാം തരത്തിലാണത്, അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാം. വളരെ പ്രശസ്തമായ ചോദ്യമാണ് സുനിൽ ചോദിച്ചത്. അതിനകത്തുള്ളത്, ഈ 57 ഈ ബയല രൂപീകരിക്കുമ്പോൾ തന്നെ അന്നുണ്ടായിരുന്ന നമ്മുടെ പ്രൊഫസർ മുണ്ടശ്ശേരി മാഷ് അടക്കമുള്ള ആളുകൾക്ക് ഇതിനകത്ത് ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. ഈ സ്ഥാപനം ഒരു പഞ്ചായത്തിലോ ഒരു താലൂക്കിലോ ചുരുങ്ങിപ്പോകേണ്ടതല്ല, ഇത് സ്റ്റേറ്റ് ഒട്ടേക്ക് നിൽക്കേണ്ട ഒരു സ്ഥാപനമാണ് എന്നുള്ള തോന്നലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ ഈ ബയല രൂപീകരിക്കപ്പെട്ടത്. അതിനകത്ത് പ്രാഥമികമായിട്ട് അംഗങ്ങൾക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ കഴിയുന്നുള്ളൂ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതന്നെ. ഏറ്റവും പ്രധാനമായിട്ട് ഒരു പഞ്ചായത്തിൽ നിന്നും 2 പേരിൽ കൂടുതൽ ഇതിനകത്ത് ഉണ്ടാകാൻ പാടില്ല ഭരണസമിതിയിലേക്ക്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്തിൽ 3 പേർ, അല്ലാതെ ബാക്കി മറ്റ് പഞ്ചായത്തുകളിൽ നിന്നോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ മറ്റു മേഖല എവിടെയാണോ ഉള്ളത്, എവിടെ നിന്ന് എടുത്താലും 2 പേരിൽ അധികരിച്ച് ആ പ്രദേശത്ത് നിന്ന് വരാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഉദ്ദേശിക്കുന്നത്, ഇതിന്റെ ഭരണസമിതിയിലുള്ള ആളുകൾ വിവിധ ഇടങ്ങളിൽ നിന്ന് വന്ന് ഈ സ്ഥാപനത്തെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കുക എന്നുള്ളതിന്റെ ലക്ഷ്യം. പക്ഷെ അറിഞ്ഞോ അറിയാതെ നമ്മുടെ ആളുകൾക്ക് അത് എന്താണ് അതിന്റെ ഒരു അവസ്ഥ, അത് നമ്മളാരോ മനഃപൂർവ്വം ചെയ്യുന്നതാണ് എന്നുള്ള തോന്നൽ ഉണ്ടാകുന്നുണ്ട്. ഒരിക്കലും അങ്ങനെയല്ല. പിന്നെ ഇതിനകത്ത് നിലവിൽ നിൽക്കുന്ന ആളുകളെ പെട്ടെന്ന് മാറ്റി പുതിയ കൊണ്ടുവരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. സാംസ്കാരികമാണ്, മറ്റ് രാഷ്ട്രീയ പ്രവർത്തനമല്ല. സാംസ്കാരിക പ്രവർത്തനമാകുമ്പോൾ കുറേയൊക്കെ അതിനകത്ത് അത്തരമുള്ള ആളുകൾ ഉണ്ടാകണം. ഞങ്ങളുടെ ഭരണസമിതിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ രാഷ്ട്രീയം നോക്കാറില്ല. ഇതിനകത്തുള്ള പ്രതിനിധികളെ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. കോൺഗ്രസ് രാഷ്ട്രീയമുള്ളവരുണ്ട്, CPM രാഷ്ട്രീയമുള്ളവരുണ്ട്, രാഷ്ട്രീയം ഇല്ലാത്തവരുണ്ട്, പൊതുസമ്മതരായിട്ടുള്ള ആളുകളുണ്ട്, വ്യവസായികളുണ്ട്. അങ്ങനെയുള്ള മുഴുവൻ ആളുകളെയും നമ്മൾ ഇതിനകത്ത് കൂട്ടിവയ്പ്പിക്കില്ല. കാരണം എന്താ, ഇതിനകത്ത് ഫണ്ട് നമുക്ക് നേരത്തെ പറഞ്ഞ സർക്കാർ ഫണ്ട് തരുന്നതല്ല, ഫണ്ട് കണ്ടെത്തണം. ആ ഫണ്ട് കണ്ടെത്തിന് ആരെയൊക്കെ ഇതിനകത്ത് യോജിപ്പിക്കാൻ കഴിയുമോ എന്ന് വിചാരിച്ച് ആശാന്റെ ആശയത്തോട് എതിർത്ത് നിൽക്കുന്ന ഒരാളെ പോലും നമ്മളകത്ത് ചേർക്കാറ്റാറില്ല. നമ്മളൊരു ഒരു വിഭാഗത്തിന്റെ മാത്രം കൈകളാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോകുന്നു, എല്ലാ മേഖലയിൽ നിന്നും ആളുകളെ പങ്കെടുപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു ഭരണസമിതിയാണുള്ളത്. അല്ലാതെ മനഃപൂർവ്വമായിട്ട് ആരെയും മാറ്റി നിർത്തപ്പെടുന്നതല്ല. ഈ ബയലയ്ക്കകത്ത് നിർബന്ധമായിട്ടും ഒരു പഞ്ചായത്തിന് 2-ൽ കൂടുതലാകാൻ പാടില്ല എന്നും, ആശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്തിനകത്ത് നിന്ന് 3 പേരേ ആകാൻ പാടുള്ളൂ എന്നുള്ളതും ബയലയ്ക്ക് വിധേയമായിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഇത്തരം ഇപ്പൊ നമ്മള് ഈ സാറ് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ധാരാളം സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഈ അസോസിയേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നു. പക്ഷെ ഇത് പൊതുസമൂഹം വേണ്ടത്ര രീതിയിൽ അറിയുന്നുണ്ടോ? അതോടൊപ്പം തന്നെ ഇതിനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ളവരാണ് ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളെന്ന് പറയുന്നത്. ഇവർ യഥാർത്ഥത്തിൽ ഇതിന്റെ നല്ല വശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് വിമർശനാത്മകമായും അവതരിപ്പിക്കുവാൻ ഇന്നത്തെ ദൃശ്യശ്രവ്യ മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇവിടുത്തെ ദൃശ്യശ്രവ്യ മാധ്യമങ്ങൾ ഏറിയ പങ്കും ഇതിന്റെ ന്യൂനതകളെ മാത്രം എടുത്ത് ഹൈപ്പ് ചെയ്ത് കാണിച്ചുകൊണ്ട് ഇതിനെ താറടിക്കാൻ മാത്രം ശ്രമിക്കുന്ന ഒരു രീതിയായിട്ടാണ് പലപ്പോഴും തോന്നുന്നത്. ഇതിന് വേണ്ടത്ര പ്രചാരണം ഇവിടുത്തെ ദൃശ്യശ്രവ്യ മാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിനെ കുറിച്ചൊന്ന് പറയാമോ? വളരെ പ്രശസ്തമായ ചോദ്യമാണ് സുനിൽ ചോദിച്ചത്. കാര്യം നമുക്ക് ഏറ്റവും ഇപ്പൊ അവസരം ഉണ്ടായ അനുഭവമാണ്. ആശാൻ കവിതകളുടെ 45 താഴെയുള്ള യുവകവികളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി കവിതകൾ ലഭ്യമാകാൻ വേണ്ടി പരസ്യമല്ല, ഒരു അറിയിപ്പ് പത്രങ്ങളിൽ കൊടുക്കും. ചില പത്രങ്ങൾ മാത്രമാണ് ജില്ലയിൽ എങ്കിലും കൊടുത്തത്. നമ്മൾ സംസ്ഥാന അടിസ്ഥാനത്തിൽ കൊടുക്കാൻ വേണ്ടിയാണ് പത്രങ്ങൾ കൊടുത്തത്. ചില പത്രങ്ങൾ മാത്രമാണ് ജില്ലയിലെങ്കിലും കൊടുത്തത്. ചില പത്രങ്ങൾ താലൂക്കിൽ മാത്രം ഒതുങ്ങുന്ന അവസ്ഥയിലേക്ക് വന്ന സാഹചര്യം. നമ്മുടെ പത്രങ്ങളൊന്നും ആശാന്റെയോ അല്ലെങ്കിൽ നമ്മുടെ സാംസ്കാരിക രംഗത്തുള്ള വാർത്തകൾ കൊടുക്കുവാൻ അതിന്റെ പ്രാധാന്യത്തിൽ കൊടുക്കാൻ തയ്യാറാവുന്നില്ല. വാർത്ത കൊടുക്കുന്നുണ്ടാകാം, പക്ഷെ അതിന്റെ പ്രാധാന്യത്തിൽ കൊടുക്കാൻ തയ്യാറാവുന്നില്ല. പലപ്പോഴും പ്രാദേശിക കോളങ്ങളിൽ ഒതുങ്ങുന്ന ഒരവസ്ഥയാണ് നമുക്കുള്ളത്. നമ്മളെപ്പോഴും ആശാനെപ്പോലുള്ള ആളുകൾ മാറ്റുവൻ ചട്ടങ്ങളെ അല്ലെങ്കിൽ മാറ്റുമതികളെ നിങ്ങളെത്താണെന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് ഈ നാട്ടിലുണ്ടായിരുന്ന വ്യവസ്ഥയ്ക്കെതിരായിട്ട് പോരാടിയിട്ടുള്ള സ്മാരകമാണ്. ആ സ്മാരകത്തിന്റെ അകത്ത് നടക്കുന്ന പ്രവൃത്തികൾ നമ്മുടെ സമൂഹ മധ്യത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഒരു ന്യൂസ് കൊടുത്താൽ ആ ന്യൂസിനെ പൂർണ്ണമായും അവജ്ഞയോടുകൂടി തള്ളുന്നൊരു സാഹചര്യമാണ്. ഇവിടുത്തെ വേൾഡ് പ്രൈസ് ആയാലും അല്ലെങ്കിൽ യുവക പുരസ്കാരമായാലും കൊടുത്താൽ
അതിന്റെ വാർത്തകളെല്ലാം ഒരു പ്രാദേശിക കാലത്തിലേക്ക് ഒതുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ ഒരു രീതി മാധ്യമങ്ങൾ ഇപ്പോൾ കാണുന്നില്ല. സാംസ്കാരിക രംഗത്തെ കൂടുതൽ ഉയർത്തിയെടുക്കാൻ വേണ്ടിയുള്ള രീതി കാണുന്നില്ല. ദൃശ്യമാധ്യമമായാലും വർത്തമാനപത്രമായാലും ഇത് തന്നെ സെൻസേഷനായ വാർത്തയുടെ പിറകെ പോകുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ അല്പമെങ്കിലും അവരെ ഒന്ന് പുനർചിന്തിക്കുവാനുള്ള അവസരം ഉണ്ടായ ഇത്തരത്തിൽ യൂട്യൂബുകൾ ചാനലിൽ നിലവിൽ വന്ന ശേഷമാണ്. പക്ഷെ യൂട്യൂബ് ചാനലിൽ ചിലരെങ്കിലും സത്യം മറയ്ക്കുന്ന അല്ലെങ്കിൽ സത്യം കാണാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. തീർച്ചയായും എന്നിരുന്നാലും ദൃശ്യമാധ്യമങ്ങളിലും വർത്തമാന മാധ്യമങ്ങളും മറയ്ക്കപ്പെടുകയും താഴ്ത്തപ്പെടുകയും അത് സമൂഹ മധ്യത്തിൽ കൊണ്ടുവരാതിരിക്കുകയും ചെയ്യുന്ന വാർത്തകൾ തീർച്ചയായിട്ടും യൂട്യൂബ് പോലുള്ള ചാനലുകൾ സമൂഹ മധ്യത്തിൽ കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ആശാനായാലും ഉള്ളൂരായാലും വള്ളത്തോളായാലും അടങ്ങിയിട്ടുള്ള കവിത്രയങ്ങൾ, അത് അതിനുശേഷം നമ്മുടെ യുവകവികളിൽപ്പെട്ട മുരുകൻ കാട്ടാക്കട അടക്കമുള്ള അല്ലെങ്കിൽ ഗിരീഷ് പുരി അടക്കമുള്ള ഈ നാട്ടിലെ ഏറ്റവും താഴെ നിൽക്കുന്ന കവികൾ, ആ ഒരു വലിയൊരു ശൃംഖല നമുക്കുണ്ട്. നമുക്ക് നോവൽ എഴുതുന്ന നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്. ബെന്യാമിൻ പോലുള്ള നിരവധി എഴുത്തുകാരുണ്ട്, നമുക്ക് കഥ എഴുതുന്നുണ്ട്, ചെറുകഥ എഴുതുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളെ അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ നമുക്കൊരു പന്തിയം ഉണ്ടാകണമെന്നേ. ഒരു പ്രധാനപ്പെട്ട ഭാഗം അതിനുവേണ്ടി മാറ്റിവെക്കണം. വർത്തമാനകാലത്തിലെ പുതിയ എഴുത്തുകാരെ പരിചയപ്പെടുത്തുവാൻ അത്തരത്തിലുള്ള സംവിധാനം ഉണ്ടാകണം. ഏത് പ്രശസ്തരായാലും കവികളായാലും കഥാകാരായാലും എഴുത്തുകാരായാലും അവരുടെ ദിനങ്ങൾ ആചരിക്കപ്പെടുവാൻ, അവരെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനും അവരുടെ നടത്തുന്ന സേവനങ്ങൾ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയണം. അങ്ങനെ നമ്മുടെ സാംസ്കാരിക രംഗത്തെ നായകന്മാരെയും സാംസ്കാരിക പ്രവർത്തനങ്ങളെയും നന്നായി പരിചയപ്പെടുത്താൻ നമ്മുടെ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും തയ്യാറാകുന്നില്ല. അവരെപ്പോഴൊക്കെ എക്കിളിപ്പെടുത്തുന്ന സെൻസേഷൻ വാർത്തകളുടെ പിറകെ പോകുന്ന സ്ഥിതി ഉണ്ടാകുകയാണ്. അപ്പൊ ഞങ്ങളിവിടെ ഒരു അസോസിയേഷൻ വാർഷികം നടക്കുകയാണ്. ആ ദിവസമാണ് ഏതെങ്കിലും ഒരു പീഡന കേസ് വന്നാൽ തീർച്ചയായിട്ടും ആശാൻ പ്രസ്ഥാനവും അവരെടുത്ത് എഫർട്ട് എടുത്തുകൊണ്ട് നടത്തുന്ന ആ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പിന്നാമ്പുറത്ത് പോവുകയും ഏറ്റവും മുൻപ് പരിഗണന ആ പീഡന കേസ് ചിലപ്പോൾ അത് സൃഷ്ടിക്കപ്പെട്ടതായിരിക്കാം, എന്നാലും അത്തരത്തിലുള്ള പോകുന്ന സ്ഥിതി ഉണ്ടാകുക. മാധ്യമങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ എതിര് തോന്നും. വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്ന കാലഘട്ടത്തിലാണ് നിൽക്കുന്ന വാർത്ത നാച്ചുറൽ ഉണ്ടാകുന്ന വാർത്തകൾ പ്രചരിപ്പിക്കുകയല്ല ചെയ്യുന്നത്. അവരുടെ റേഞ്ച് കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ വ്യൂവേഴ്സിനെ കൂട്ടാൻ വേണ്ടി വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതിനൊരു മാറ്റം വരുത്തണം. ഇത്തരം സാംസ്കാരിക സ്ഥാപനങ്ങളെ കൂടി നന്നായി പരിഗണിച്ചു കൊണ്ടുപോകുന്ന രീതി ഉണ്ടാകണം. അതിന് വിമർശനാത്മകമായി തന്നെ ഞാൻ ഈ മാധ്യമങ്ങൾക്കെതിരെ പറയുകയാണ്. താങ്കളുടെ ഇത്രയും വിലയേറിയ സമയം, അതോടൊപ്പം തന്നെ ഇത്രയും വിലയേറിയ അനുഭവങ്ങളും അറിവുകളും നമുക്ക് പകർന്നു വന്ന് പ്രേക്ഷകരിൽ എത്തിക്കാൻ സഹായിച്ചതിനും വിലപ്പെട്ട സമയം നമുക്ക് അനുവദിച്ചു തന്ന താങ്കൾക്ക് പ്രശ്നങ്ങൾ പറഞ്ഞാൽ എന്ന യൂട്യൂബ് ചാനലിന്റെ നന്ദി. നമസ്കാരം.